നീലമയിലിന്റെ പിലിയിതെന്റെ നീലനിറമയമ്മേ. നീലക്കുറിഞ്ഞിക്ക് നീലനിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ. നീലമയിലിന്റെ പിലിയിതെന്റെ നീലനിറമയമ്മേ. മനമിതെന്റെ മാരി നിറത്തെ കാണിച്ചിടുന്നതമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. നീലക്കുറിഞ്ഞിക്ക് നീലനിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ. നീലമയിലിന്റെ പിലിയിതെന്റെ നീലനിറമയമ്മേ. ആയിരമായിരം ചോദ്യങ്ങൾ ചോദിച്ച് കാലമിതോർക്കുന്നു ഞാൻ. എന്തിനു അമ്മതനുത്തരമോ അത് ഈശോതൻ ചിത്രങ്ങളും പൊന്നീശോതൻ ചിത്രങ്ങളും. അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നൊരപ്പം അതു തന്നെയോ. പള്ളിയിലപ്പത്തിന് ഇത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നിന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീലനിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ. നീലമയിലിന്റെ പിലിയിതെന്റെ നീലനിറമയമ്മേ. മനമിതെന്റെ മാരി നിറത്തെ കാണിച്ചിടുന്നതമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. ഇന്ത്യ ഷീബ ഇന്ത്യ മോളെ ചേച്ചി വാ വാ. ഇതിന് ഇവര് കളിക്കുവാണോ? അവർ കുറെ നേരമായി കളി തുടങ്ങിയിട്ട്. ഞാനകത്തുണ്ടായിരുന്നു. എന്നാണ്ട് ചേച്ചി? സുഖമായിട്ടിരിക്കുന്നു. എന്നാ വന്നേ? അതെ അല്ലേ? മുത്തറിയാലേ ചേച്ചിനെ? എനിക്കറിയില്ലേ. ഒത്തിരി കാര്യം ചെയ്യുക. ചേച്ചിക്ക് പോയി നല്ലൊരു ചായ എടുത്തോണ്ട് വാ. കൊച്ചും പോവുക അല്ലേ? ഈശ്വര, ഇതെന്നാ വിളി? കളിയാണെന്ന് തോന്നുന്നു. കുറെ കാന്തം ഒക്കെ എടുത്തു വെച്ച് അതേല് രാവിലെ തുടങ്ങിയത് എന്റെ അഞ്ചേച്ചി ഇരിക്കുന്നു കുറെ സാധനങ്ങള്. ഓ, ഇത് ഒത്തിരി ഉണ്ടല്ലോ. ഇത് പറഞ്ഞാല് സംഗതി ധാരാ വെള്ളി മേടിച്ചോണ്ട് വയ്ക്കുന്ന അല്ലേ? ഓരോന്ന് പറഞ്ഞു വിടും, മേടിച്ചോണ്ട് വരും അല്ലേ? വരും. ഈ കാന്തം കണ്ടപ്പോഴാണ് എനിക്കൊരു സംഗതി ഓർമ്മ വന്നു. ഞാൻ ഈ സാധനം കാണിച്ചു തരാം. ഷീബയ്ക്കറിയാമോ ഈ കാന്തത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? കാന്തം ആകർഷണ ശക്തിയുള്ള സാധനം. മാഗ്നറ്റാണ് അല്ലേ? ഇതിങ്ങനെ ആകർഷിച്ചെടുക്കും എല്ലാ സാധനങ്ങളും. പക്ഷേ എല്ലാം ഒന്നും എടുക്കൂല കേട്ടോ. ഈ കാന്തത്തിന് ആകർഷിക്കാൻ പറ്റിയ മെറ്റൽ അതേ എടുക്കുകയുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പം നമ്മളിത് കാണിച്ചു തരാം. ഈ പ്ലാസ്റ്റിക് വെച്ചാൽ എടുക്കില്ല. ഇതിപ്പോൾ ഇതിനകത്ത് ഇരുമ്പിൻ്റെ ക്ലിപ്പുണ്ട്. അപ്പം അതുകൊണ്ടാണ് അത് കൂട് വെച്ചാൽ വെറുതെ നമ്മളിപ്പോൾ ഈ കാന്തം ഈ പിന്നു വെച്ചാൽ ആകർഷിച്ചെടുത്തു അത്. ഇതുണ്ടോ? അപ്പോൾ എന്ത് സാധനം വന്ന് കാന്തത്തെ വീണാലും
കാന്തം അത് വലിച്ചെടുക്കും. അതിനെ അത് ആകർഷിച്ച് അതിലേക്ക് ചേർത്ത് നിർത്തും. ഇതേ പിള്ളേർ കളിച്ചിട്ട് വെച്ചേക്കുന്ന ഈ പിന്നെ ഉണ്ടോ, ഇതതെടുക്കും. കോയിന് കോയിനെടുക്കും. അപ്പോൾ പക്ഷേ ഈ കൂട് മാത്രം ഇപ്പോൾ നമ്മളിത് ഇതിട്ടാൽ എടുക്കില്ല, ഇതുണ്ടോ. അപ്പോൾ ആ മെറ്റൽ അത് ആകർഷിക്കത്തക്ക രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിലെടുക്കുള്ളൂ. ഒന്നുകിൽ കാന്തത്തിൻ്റെ അടുത്തേക്ക് അതിനാകർഷിക്കാൻ പറ്റിയ സാധനം ചെല്ലണം. ഇപ്പോൾ കത്തിയുണ്ടോ, കത്തി വലിച്ചെടുത്തു, കാന്തം വലിച്ചെടുത്തു, കത്തിയെ വലിച്ചെടുത്തു. പക്ഷെ അതെ ഇവിടെ ഇതിൻ്റെ പ്ലാസ്റ്റിക്കാണ്, ഇതുണ്ടോ. ഓക്കെ, ഇതെടുക്കില്ല. അപ്പം മാറ്റമുണ്ട് കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ കാര്യം കത്തിയുടെ മെറ്റലുണ്ട് ഇതിൻ്റെ അടിയിൽ അകത്ത്, പക്ഷെ അത് ഇടിക്കുകയില്ല. അപ്പം ഇതും പിടിക്കുകയില്ല ഉണ്ടോ, കാന്തം ആകർഷിക്കുകയില്ല. ഇപ്പോൾ വ്യത്യാസമുണ്ട്. ഈ അറ്റത്ത് അതിനാകർഷിക്കത്ത രീതിയിലുള്ളതാണ് ഇരിക്കുന്നത്, അപ്പോൾ അത് പിടിച്ചെടുക്കും. പക്ഷെ അതിൻ്റെ തന്നെ ഉള്ളിലുണ്ടെങ്കിലും ഇതെടുക്കില്ല. അപ്പം ഇത് വ്യത്യാസമാണ്. ശരിക്കും പറഞ്ഞാൽ ഹൃദയം എന്നാ മുഴുവൻ വലിച്ചെടുത്തു. ഇതിനകത്തുള്ള മുഴുവൻ അത് വലിച്ച് ഇനി ഇത് നമ്മളെടുത്താൽ കണ്ടോ മുഴുവൻ ഇത് പിടിച്ചിരിക്കുക. അത് ആകർഷിച്ച് ചേർത്ത് വെച്ചിരിക്കുക, ചേർന്ന് ഒട്ടിച്ചേർന്നിരിക്കും. ഇനി ഇത് നമ്മൾ ബലം പിടിച്ച് വേണം പറിച്ചെടുക്കണമെങ്കിൽ. ശരിക്ക് ബലം പിടിച്ചാലേ ഇത് മാറി വരുള്ളൂ ഉണ്ടോ. അപ്പോൾ ഇതിനെ ചേർത്ത് പിടിക്കുന്ന കഴിവ് ഈ കാന്തത്തിനുണ്ട്, ഈ മാഗ്നറ്റിനുണ്ട്. അതുകൊണ്ടാണിത് ഇതിലേക്ക് ചേർന്നിങ്ങനെ പിടിച്ചിരിക്കാൻ കാരണം. അപ്പോൾ രണ്ട് കാര്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, കാന്തം ഒന്നുകിൽ അതിനെ ആകർഷിക്കാൻ പറ്റിയ മെറ്റലിൽ തൊടണം കണ്ടോ, ചാടിപ്പിടിച്ചു. ഇനി മറ്റൊന്ന്, ഇതിനാകർഷിക്കാൻ പറ്റിയ സാധനങ്ങൾ ഈ കാന്തത്തിലേക്ക് വരണം കണ്ടോ. അപ്പോൾ അതതേ പിടിച്ചു. ഇത് കാന്തം ആകർഷിക്കും ഉണ്ടോ, അതതേ പിടിച്ചു, ആകർഷിച്ച് അത് ചേർത്ത് വെച്ചു. വേണ്ട. അപ്പോൾ ഒന്നുകിൽ കാന്തത്തിലേക്ക് അതിനാകർഷിക്കാൻ പറ്റിയ സാധനങ്ങൾ അടുത്ത് വരണം, അല്ലെങ്കിൽ കാന്തം അങ്ങോട്ട് കാന്തം, അല്ലെങ്കിൽ ആ സാധനത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഗതി നടക്കുന്നുണ്ട്, ഒരു സ്പർശനം, ഒരു തൊടൽ, ഒരു ടച്ചിങ് ഉണ്ട്. ഈ ടച്ച് ചെയ്തില്ലെങ്കിൽ ഇത് കിട്ടില്ല, ഇത് പിടിക്കില്ല. ഇപ്പം ഇത്ര അകന്ന് നിന്നാൽ ഇത് കാന്തം ചാടി പിടിക്കില്ല, കാന്തം ഇങ്ങോട്ട് വന്നും പിടിക്കില്ല, ഇത് അങ്ങോട്ട് ചെന്നും പിടിക്കില്ല. പക്ഷെ ആ ടച്ചിങ്ങിലാണ് ഇത് ചേർമയായിട്ട് ഇത് നിൽക്കുന്നത് കണ്ടോ. ഇതിനിങ്ങനെയുണ്ട്. പിന്നെ ഇതുപോലെ ശരിക്കും ഇതിങ്ങനെ നമ്മൾ കാണുമ്പോഴേ എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഈശോയിലേക്ക് അങ്ങ് അടുത്ത് വരുമ്പോഴാണ് ആ ഈശോയിലേക്ക് നമ്മൾ അടുക്കുക. നമ്മൾ ഈശോയിലേക്ക് അടുക്കണം, അല്ല ഈശോ നമ്മളിലേക്ക് ഇറങ്ങി വരിക. ഒരു സ്പർശനമുണ്ട് എവിടെ. ഇപ്പം നമ്മൾക്കറിയാം രക്തസ്രാവക്കാരി സ്ത്രീ അല്ലേ, ബൈബിളില്ലേ? ബൈബിളുണ്ട്. അപ്പോൾ ഈ ബൈബിളിനകത്ത് നമ്മൾ നോക്കുമ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീയുടെ അറിയത്തില്ലേ, ഷീബയ്ക്ക് അറിയത്തില്ലേ? അതിൽ ഈ രക്തസ്രാവക്കാരി സ്ത്രീ വന്ന് യേശുവിനെ തൊടുക. പക്ഷെ യേശുവിനെ തൊടുന്നില്ല, യേശുവിൻ്റെ വസ്ത്രത്തിലാണ്. നമ്മൾ വായിക്കുമ്പോൾ ഈ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ ഇരിക്കലേക്ക് ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ്. അപ്പം ഈശോയുടെ അടുത്ത് വന്ന് ഈശോയെ തൊട്ടില്ല, പക്ഷെ ഈശോയുടെ വസ്ത്രത്തെ തൊട്ടു. പക്ഷെ ഈശോ പറയുന്ന ഒരു വാക്കുണ്ട് അതിനകത്ത്. അതായത് എത്ര വർഷം, 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. യേശു ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? ആരും മിണ്ടിയില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഇവിടെ രക്തസ്രാവക്കാരി സ്ത്രീ വന്ന് സ്പർശിച്ചു, എന്നെ സ്പർശിച്ചു. ആരാണ് എന്നെ സ്പർശിച്ചതെന്നാണ് ഈശോ ചോദിക്കുന്നത്. ഈശോയുടെ വസ്ത്രത്തിലാണ് രക്തസ്രാവക്കാരി സ്ത്രീ സ്പർശിച്ചത്. പക്ഷേ ഈശോ പറയുന്നത് എന്നെ ആരാണ് സ്പർശിച്ചത്. അപ്പോൾ ഈ രക്തസ്രാവക്കാരി സ്ത്രീ വന്ന് ഈശോയെ തൊട്ടു, വസ്ത്രത്തേലാണ് തൊട്ടെങ്കിലും ചുറ്റിനും ഒരുപാട് പേരുണ്ടായിട്ടും ഈ സ്ത്രീ വസ്ത്രത്തെ തൊട്ടപ്പോൾ തന്നെ അതെങ്ങനെയാണ് യേശു? അതെന്നാന്ന് ചോദിച്ചാൽ അവളുടെ വിശ്വാസം,
മറ്റുള്ളവരൊന്നും യേശു ദൈവമാണ് അല്ലെ ദൈവപുത്രനാണ്, ഈ യേശുവിനെ തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്നൊന്നും അത്ര ധാരണ അവർക്കില്ല, വിശ്വാസവും ഇല്ല, ആ ഉറപ്പില്ല. ഈ രക്തസ്രാവക്കാരി സ്ത്രീ എന്ത് വിശ്വസിച്ചു? ഞാൻ അവൻ്റെ വസ്ത്രത്തേലും തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. അതാണ് അവളുടെ വിശ്വാസം. ആ വിശ്വാസം വെച്ചുകൊണ്ടാണ് ഇവൾ ഈ വസ്ത്രത്തെ തൊട്ടത്. ആ വിശ്വാസമാണ് ഈശോ മനസ്സിലാക്കി എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ സ്പർശനം അവിടെ ഉണ്ടായി. ഈശോയെ രക്തസ്രാവക്കാരി സ്ത്രീ വന്ന് സ്പർശിച്ചപ്പോൾ ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവൾ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു സ്പർശനം അവിടെ കിടപ്പുണ്ട്. ഒരു സ്പർശനത്തിൻ്റെ ഒരു ഇത് ഇപ്പം നമ്മളിവിടെ കണ്ടില്ലേ, കാന്തത്തെ തൊട്ടപ്പം കാന്തം അത് ചേർത്ത് പിടിച്ചു, അതിൻ്റെ പവർ അതിലേക്ക് വന്നു. ഇപ്പം അത് രണ്ടും ഒന്നായി. ഇതിന് ഇനി ഇതിൻ്റെ അറ്റത്ത് വെച്ചാലും ഇതിങ്ങോട്ട് വരുമെങ്കിൽ അത്രയും പവറില്ല, അത്രേ ഇതിൻ്റെ അറ്റത്തേക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ അറിയാമല്ലോ അല്ലേ? പിന്നെ ഈ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയെ വന്ന് തൊട്ട് സൗഖ്യം, ഇത് ഈശോ തൊട്ട് സൗഖ്യപ്പെടുത്തിയതുണ്ട്. അതായത് ഈശോയുടെ സ്പർശനം കിട്ടിയപ്പോൾ ഇപ്പം നമ്മളത് വായിക്കുന്നുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു അന്ധന് കാഴ്ച കാട്ടുന്നത്. അതായത് ഈ അന്ധനെ അവർ കൊണ്ടുവന്നു, എന്നിട്ട് ഈശോയോട് അപേക്ഷിച്ചു ഈ അന്ധന് സൗഖ്യം കൊടുക്കണമെന്ന്. അപ്പോൾ അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെപ്പോലിരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. അപ്പോൾ ഈശോയുടെ സ്പർശനം അവൻ്റെ ശരീരത്തിന്മേലുണ്ടായി. അപ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീ വന്ന് ഈശോയെ തൊട്ട് അവൾ സൗഖ്യം മേടിച്ചു. ഇവിടെ ഈശോ അന്ധനെ തൊട്ട് സൗഖ്യം കൊടുത്തു. അപ്പോൾ ഈശോയെ ഒന്നി വന്ന് തൊടുന്നു, അല്ലെങ്കിൽ ഈശോ വന്ന് തൊടുന്നു. അപ്പോൾ ഇങ്ങനെ ഈ സ്പർശനത്തിലൂടെ ഒരു സൗഖ്യം ഉണ്ടാവുക, ഒരു പവർ ഉണ്ടാവുക. അപ്പോൾ ഈശോയിലേക്ക് ആകർഷിക്കപ്പെടണം. നമ്മൾ ഈശോയിൽ വിശ്വാസത്തോടെ കടന്നു വരിക. ഈ അന്ധനെ കുറേ പേര് ചേർന്ന് കൊണ്ടുവരിക ഈശോയുടെ അരികിലേക്ക്. അപ്പോൾ അവർക്ക് വിശ്വാസമുണ്ട്. തളർവാദ രോഗിയെ ഈശോ സൗഖ്യപ്പെടുത്തിയത് തളർവാദ രോഗിയല്ല വിശ്വസിക്കുന്നത്, ആ കൊണ്ടുവന്ന വ്യക്തികൾ വിശ്വാസം. അപ്പോൾ അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുക്കുക ചെയ്ത്. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ഒന്നുകിൽ തൊടണം, ഈശോ തൊടണം, അല്ലെ നമ്മൾ തൊടണം. ഇനി ഇതിനകത്തൊരു വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ, ഇതെല്ലാം കാന്തം ആകർഷിക്കുകയല്ല. നമ്മൾ കണ്ടില്ലേ, ചില മെറ്റൽ, അതായത് ഇതിനാകർഷിക്കാൻ പറ്റിയ ഇരുമ്പോ ആയിട്ടുള്ള ആ സംഗതിയാണ് ആകർഷിച്ചെടുക്കുകയുള്ളൂ. ഇതുപോലെ ഈശോയ്ക്ക് നമ്മളെ ഒന്ന് തൊടണം, അല്ലെങ്കിൽ നമുക്ക് തൊടണമെങ്കിൽ വിശുദ്ധി കൂടാതെ പറ്റില്ല. അപ്പോൾ ഈശോ പറഞ്ഞില്ലേ, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഹൃദയവിശുദ്ധിയാണ് നമുക്ക് ആവശ്യം. ഈശോയെ തൊടണം, ഈശോ വന്ന് തൊടണം. അപ്പോൾ പാപി ഓടിച്ചെന്ന് തന്നെ അവൾ മാനസാന്തരത്തിലേക്ക് വന്ന് ഈശോ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഈശോ കാരുണ്യമാണ്, ഈശോ എന്നെ സ്നേഹിക്കുന്നു, ആ ഈശോയെ ഞാനൊന്ന് സ്പർശിക്കുക. അപ്പോൾ ഈശോയെ കേട്ടറിഞ്ഞ് രക്തസ്രാവക്കാരി സ്ത്രീ വരുക, അവനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. അതാണ് അവളുടെ വിശ്വാസം. അപ്പം ഈ വിശ്വാസത്തിൽ, ആ വിശുദ്ധിയിൽ നിറഞ്ഞു വേണം ഈശോയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ ഈശോയുടെ വിശുദ്ധി, നമ്മളെ വിശുദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മൾ അനുദിനം വിശുദ്ധിയിൽ വളർന്നുകൊണ്ടേയിരിക്കാം. അപ്പം ഇതുപോലെ ഇതിനകത്ത് ചില സംഗതികൾ കണ്ടോ, ഇതൊക്കെ എല്ലാം മുട്ടിയിരിക്കും, പക്ഷേ ഈ പേപ്പർ നമ്മൾ കൊടുത്തപ്പോൾ മുട്ടിയില്ലല്ലോ. ഇതുപോലെ ഈശോയിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ശക്തി, വിശുദ്ധി നമ്മളിൽ കേന്ദ്രീകൃതമാകണം. അപ്പം നമ്മളത് ആകർഷിച്ച് അതുപോലെ ഇപ്പോൾ ഈ ശുശ്രൂഷകളെ നമ്മളൊക്കെ ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവരല്ലേ. അപ്പം നമ്മളിലൂടെ ഈശോയുടെ ആ സ്നേഹം, ആ ഈശോയിലേക്ക് അവരാകർഷിപ്പിക്കപ്പെട്ട് വരണം നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചത്, ഇപ്പോൾ ഇതിനകത്ത് നമ്മളൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇതെല്ലാം ഇങ്ങ് മാറ്റിയെടുത്തിട്ട് നോക്കുമ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. ഇതിൽ നമ്മുടെയൊക്കെ ശുശ്രൂഷയും ജീവിതവും, നമ്മുടെ വീട്ടിലൊക്കെ നമ്മളെന്തെങ്കിലും നല്ലത് ചെയ്താൽ ഉടനെ നമ്മൾ പറയല്ലേ, ഓ ഞാനത് ചെയ്തു, ഞാൻ കാരണം ഈ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായി. ഇതിപ്പോൾ ഈ പിന്നിതേൽ ആകർഷിച്ചു, ഇനി ഞാൻ വേറെ ഒരു പിന്നിതേലേക്ക് മുട്ടിക്കുക. നോക്കിക്കോണം കേട്ടോ, സൂക്ഷിച്ച് നോക്കിക്കോണം.
ഉണ്ടോ? കാന്തത്തേലേക്ക് കാന്തത്തേലേക്ക് വരുക. ശ്രദ്ധിച്ച് നോക്കിക്കത്, ഒന്നുകൂടെ കാണിച്ചു തരാം. ഉണ്ടോ? അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പിടിക്കേണ്ട, നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിടിച്ചത് ഇതിലേക്ക് ചേർക്കപ്പെടുവാണ്. ഇങ്ങനെ വെക്കുമ്പോൾ ഇതിലേക്ക് വരും. അതേസമയം ഇവിടെയാണ്, ഇവിടെ ടച്ച് ചെയ്തങ്ങ് നിന്നാൽ പോരെ. അതല്ല, ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടോ, ഈ കേന്ദ്രത്തിലേക്ക്, ഈ കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുക. അപ്പം ശരിക്കും നമ്മുടെയൊക്കെ കുടുംബജീവിതം, അല്ലെ നമ്മൾ ഭാര്യയായിട്ട് ജീവിക്കുന്ന, അമ്മയായിട്ടൊക്കെ ജീവിക്കുമ്പം നമ്മൾ യേശുവിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുക. ഇത് നമ്മളന്ന് സങ്കല്പിക്കുക. നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുന്നു, ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നു, വിശുദ്ധിയിൽ, നിർമ്മലതയിൽ മാനസാന്തരപ്പെട്ട് ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സൽഫലങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാം കാണുന്നു. കണ്ടിട്ട് ഈ കുടുംബത്തിലുള്ളവരെല്ലാവരും വരും. നമ്മളുടെ സൽഫലങ്ങൾ കണ്ടിട്ട് അവർ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാൻ ഇടയാകരുത്. നമ്മളല്ല വരുത്തരുത്. നമ്മൾ, അതായത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുക എന്നതല്ല, പകരം നമ്മളിലേക്ക് കടന്നു വരുന്നവരെ ഈശോയിലേക്ക് കൊണ്ടുവരണം. ഉണ്ടോ? ഈ കാന്തം നമ്മളെ ഒരു പാഠം അത് പഠിപ്പിക്കുന്നത്. അതെന്ത് കിട്ടിയാലും അത് വലിച്ചെടുക്കുവാണ്. നമ്മൾ ദൈവത്തെങ്കിലേക്കുള്ള ഒരു വഴി മാത്രം. അതെ, ഒരാരോ. നമ്മൾ മക്കൾക്ക് അമ്മ ഒരാരോ. എന്തിനാ? ഈശോയിലേക്ക് അവരെ ഈശോയിലേക്ക് ചൂണ്ടിക്കാണിക്കുക. ഇപ്പോൾ കോട്ടയത്തിന് പോകാനുള്ള റോഡിൽ നമ്മൾ ഇറങ്ങിയ പാലാക്കെ കഴിയുമ്പോൾ കോട്ടയം എന്ന് എഴുതി വെച്ചിട്ടില്ലേ, ആരോ കാണിക്കൂലേ? അതുപോലെ നമ്മൾ ഈശോയോട് ചേർന്നിരിക്കണം. ഇപ്പോൾ ഈ പിന്നിവിടെ യേശുവിൽ ഇതിൽ ചേരുന്നില്ല, കാന്തത്തിൽ ചേരാതെ ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിൽക്കുകയാണ്. ഈ വേറൊരു പിന്നു വന്ന് ഇത് തൊട്ടാലൊന്നും ഒരു പ്രശ്നവും അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലെ സ്ഥിതി ഇതാ. യേശു കേന്ദ്രീകൃതമല്ല. അപ്പോൾ സെൻട്രലൈസ്ഡ് ആയിട്ട് ഈശോ വരണം. അപ്പം നമ്മളിങ്ങനെ ഈശോയിൽ നിന്ന് അകന്നാ നിൽക്കണമെങ്കിൽ ആരും നമ്മളിലേക്ക് ചേർന്ന് വരില്ല. ഉണ്ടോ? ഇതിനാ കഴിവില്ല ഇങ്ങോട്ട് ആകർഷിക്കുക. പക്ഷേ ഇത് ഈശോയിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ കണ്ടോ, അത് പിടിച്ചെടുത്തു. ഇനി ബലം പിടിച്ചാലേ ഇതിങ്ങ് പോരുള്ളൂ. പക്ഷെ ഇതിലേക്ക് ഏത് വന്നാലും അതിനെ ആകർഷിച്ച് ഈശോയിലേക്കാണ്. ശരിക്കും കുടുംബജീവിതം, അതുപോലെ നമ്മുടെ ശുശ്രൂഷ ജീവിതമൊക്കെ അങ്ങനെയാണ്. നമ്മൾ എന്ത് ഫലം ഈശോയിൽ, ഈശോ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തവയേക്കാൾ കൂടുതലും നിങ്ങൾ ചെയ്യും. അപ്പോൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ ദൈവമക്കളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാന്തം ആകർഷിച്ച് നിർത്തിയിരിക്കുന്നത് പോലെ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയുടെ കൃപയിലാണ് ഈ ശുശ്രൂഷകർ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ശുശ്രൂഷകരിലേക്കല്ല ആകർഷിക്കപ്പെടേണ്ടത് യേശുവിലേക്കാണ്. അത് ശരിക്കും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. സമരിയാക്കാരി സ്ത്രീയിലൂടെ ഇത് കണ്ടോ, ഈ കോയിന് കണ്ടോ, ഇതെല്ലാം കോയിനാണ്. പക്ഷെ ഇത് 5 രൂപയുടെയാണ്. ഇത് പിടിക്കുന്നില്ല, കോയിനല്ലേ. പക്ഷെ ഇത് നോക്കിയേ, ഇത് കാന്തം ആകർഷിക്കത്തക്ക രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ ആ മെറ്റലുണ്ട്. പക്ഷെ ഇതും നാണയമാണ്, കോയിനാണ്. പക്ഷേ ഇതിനകത്ത് ആ ഒരു ലോഹമില്ല. അതുകൊണ്ട് ഇത് ഏത് 5 രൂപയാണേലും എന്തേന്ന് നോക്കി പിടിക്കില്ല. കാന്തത്തിന് വേണ്ട ഇത് ആകർഷിക്കുകയില്ല. അപ്പം ഈശോയ്ക്ക് ആ കർത്താവ് പറഞ്ഞില്ല, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. അപ്പോൾ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ആ ഈശോയിൽ ആ വിശ്വാസ വരം കിട്ടി നമ്മൾ ഈശോയിലേക്ക് ചേർന്ന് നിൽക്കുക. ഇത് ബലം പിടിക്കണം നമ്മളിങ്ങ് വലിച്ചെടുക്കണമെങ്കിൽ. അങ്ങനെ ഈശോയിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഇതെങ്ങനെ മറിച്ച് തിരിച്ചിട്ടാലും ഈ കോയിൻ താഴെ പോവുകയില്ല. ഇത് ചേർന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പം നമുക്ക് എന്തെല്ലാം പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ വന്നാലും എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും നമ്മൾ ഈശോയിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. നമുക്ക് സ്വയം പോകാൻ പറ്റില്ല. കാരണം കാന്തം ചേർത്ത് പിടിച്ചിരിക്കുക. അപ്പം ഈശോയോട് ചേർന്ന് കഴിഞ്ഞാൽ ഈശോ ഒരിക്കലും നമ്മളെ കൈവിടില്ല. ഒരിക്കലും കൈവിടാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത്. ഇതേപോലെ ഈ കോയിൻ ഇങ്ങനെ ബലത്തിൽ നിൽക്കുക. അതേസമയം ഇത് കാന്തത്തോട് ചേർന്നല്ല നിൽക്കുന്നെങ്കിലോ ഇത് താഴെ പോകും. അപ്പോൾ ഇതുപോലെ ഈ കാന്തത്തോട് ചേർന്ന് നിൽക്കുന്നത് പോലെ നമ്മൾ ഈശോയോട് ചേർന്ന് നിന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രലോഭനം വന്നാൽ നമ്മളറിയാണ്ട് വീണു പോകും. സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കും. അതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 7 നമ്മൾ വായിക്കുന്നുണ്ട്. മണൽപ്പുറത്ത് ഭവനം, അടിത്തറയിട്ട് ഭവനം പണിത ഒരു കുടുംബത്തിനെക്കുറിച്ചും പിന്നെ പാറപ്പുറത്ത് പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ഭവനം, രണ്ടിൻ്റെ മേൽ ഒരേപോലത്തെ പ്രലോഭനം വന്നു.
കാറ്റൂതി മഴവെള്ളം ഉണ്ടായി, തിരമാല. പക്ഷേ 2 ഭവനത്തിന്മേലും ഒരേപോലെ പ്രലോഭനം ആഞ്ഞടിച്ചു, പ്രതിസന്ധി ആഞ്ഞടിച്ചു. പക്ഷേ മണൽപ്പുറത്ത് ബേസ്മെൻ്റ് ഇട്ട് പണിത ഭവനം തകർന്നുപോയി. പാറപ്പുറത്ത് നല്ല പോലെ ഉറപ്പിച്ച് ബേസ്മെൻ്റ് ഇട്ട വീട് ഒരു കുഴപ്പമില്ലാതെ നിന്നു. അതുപോലെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഭാര്യയാണ്, അമ്മയാണ്, അതുപോലെ കുഞ്ഞുങ്ങളായാലും നമ്മുടെ പെൺപിള്ളേർ ആൺപിള്ളേരൊക്കെ ആണേലും ഈശോയോട് ചേർന്ന് ബേസ്മെൻ്റ് ഇട്ട്, അതായത് കുടുംബം പാറമേൽ ബേസ്മെൻ്റ് ഇട്ടു, വചനത്തിന്മേൽ ബേസ്മെൻ്റ് ഇട്ട് ജീവിക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് ഉറപ്പ്. അതേസമയം പിള്ളേരും നമ്മൾ അകന്നു നിന്നാൽ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു ടച്ചിങ് കൊണ്ടോ പ്രലോഭനം വന്നാൽ നമ്മൾ വീണു പോകും. അതുപോലെ ഈ സ്പർശനം വളരെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ. ഇപ്പോൾ നമ്മൾ ദമ്പതികളെ തന്നെയൊന്ന് എടുത്തു നോക്കിയേ, നല്ല സ്നേഹമൊക്കെയുള്ള ദമ്പതികളാണ്. പക്ഷെ അവരുടെ പരസ്പരം ഒരു സ്പർശനം ഇല്ലെങ്കിൽ, ഒരു തലോടലില്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ അടയാളം ഇല്ല. അപ്പോൾ ഈശോ നമ്മളെ സ്പർശിക്കാന്ന് പറഞ്ഞാൽ ഈശോയുടെ സ്നേഹം കൊണ്ട് നമ്മളെ അങ്ങ് നിറച്ച് വയ്ക്കുക. ഇപ്പോൾ ദമ്പതികളുടെ സ്പർശനം ഇല്ലായ്മ അവരുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും. അതുപോലെ ഇപ്പം നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ ആൺപിള്ളേരൊക്കെ 10-20 വയസ്സൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ആ നമുക്കടെ കുഞ്ഞുങ്ങളല്ലേ, അവരെ നമ്മൾ കാണുമ്പോൾ ചിലർക്ക് അവരുടെ കയ്യേലൊന്ന് പിടിക്കാൻ, അല്ലെ തോളയിലൊന്ന് തട്ടാൻ, അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ ആണ്, അല്ലെ പ്രാർത്ഥന കഴിഞ്ഞു അവരുടെ തലയിലൊന്ന് കൈവച്ചു, അവരുടെ ദേഹത്തൊന്ന് തലോടി, മക്കളെ ഒന്ന് വിളിച്ച്, അല്ലെ മോനെന്ന് വിളിച്ചു, അല്ലെ നമ്മൾ ആ മക്കൾക്കൊരു ചുംബനം കൊടുക്കും. അതൊന്നും ഇപ്പോൾ അവരൊക്കെ വലുതായില്ലേ, ഇങ്ങനെ ചിന്തിക്കരുത് നമ്മൾ. കാരണം ഇത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമ്മളെയൊക്കെ വലുതായല്ലോ എന്ന് നമ്മുടെ ചിന്ത. പക്ഷേ ആ ഈശോയുടെ സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ, കാരണം ഈ കാന്തം പോലെ ഈശോയോട് നമ്മൾ ചേർന്ന് നിൽക്കുക. അപ്പം ചേർന്ന് നിൽക്കുമ്പോൾ എന്ത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുത്താനാണ് നമ്മുടെ ഒരാഗ്രഹം. അപ്പോൾ അതിങ്ങനെ വന്ന് ഇതിലേക്ക് ഉണ്ടോ, ഇതേ വന്ന് മുട്ടിയാലും ഈ കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെ മക്കൾക്ക് നമ്മുടെ ഉള്ളിൽ ഈശോ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ മക്കളെ തലോടുമ്പോൾ അവരുടെ തലയെ കൈവച്ച് അനുഗ്രഹിച്ച് അവിടെ ഒരു സ്പർശനം ഉണ്ടാവുക, ഒരു സ്പർശനം. ആ സ്പർശനത്തിലൂടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവിക സ്നേഹം അവരിലേക്ക് പകരപ്പെടും. ആ സ്നേഹത്തിൽ അവരൈക്യപ്പെടുന്നുണ്ട് നമ്മളോട്. ഇപ്പം നമ്മൾ എത്ര പ്രായമായാലും നമ്മുടെ ആൺപിള്ളേരെയൊക്കെ ഇപ്പം ചില അമ്മമാർ അറിയുമോ, വലിയ വീശയും താടിയെല്ലാം വെച്ചിട്ട് ഇവനെ എങ്ങനെയാണ് ഞാൻ തലയൊക്കെ വീശ് പ്രാർത്ഥിക്കുന്നത്, ഇവനെ എങ്ങനെയാണ് ഞാൻ തലോടണേ, ചെറിയ മടിയിലൊന്നും പിടിച്ചിരുത്തണ്ട. നീ വലിയ കെട്ടിയൊന്നും പിടിച്ചില്ലേലും ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മോനെ എടാ നീ വലുതായല്ലോ, അല്ലെങ്കിൽ എടാ നീ സുന്ദരനാടാ, അല്ലെ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് തലയിലൊക്കെ വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ച് ഒന്ന് തലോടി അവൻ്റെ പുറത്തൊക്കെ ഒന്ന് തട്ടി. അപ്പോൾ ഈ അമ്മയുടെ, ഈ പെറ്റമ്മയുടെ സ്നേഹത്തിൻ്റെ സ്പർശനം അവനിലേക്ക് വരുമ്പോൾ ഈ മറ്റ് സ്പർശനത്തെക്കാൾ ഉപരി അവൻ്റെ ഉള്ളിലേക്കൊരു സ്വാന്തനം, അത് ദൈവിക സ്നേഹത്തിൻ്റെ ശക്തി കടന്നു വരും. അപ്പോൾ ചില പിള്ളേരൊക്കെ മറ്റു പലരുടെയും സ്പർശനം, ബസ്സിലൊക്കെ കയറി നമുക്കറിയാം എത്ര പേരാ സ്പർശനത്തിന്. അപ്പോൾ ആ ഒരു ചെറിയ ഒരു പൈശാചി അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട തിന്മയുടെ ഒരു സ്വാധീനത്തിൻ്റെ സ്പർശനത്തെക്കാൾ അതിജീവിക്കാൻ പറ്റുന്ന ദൈവിക സ്പർശനം അമ്മയിലൂടെ മക്കളിലേക്ക് പകരപ്പെടണം. നമ്മൾ അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, തലോടണം, അവർക്ക് ആശീർവാദം കൊടുക്കണം, അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. ശരിക്കും മക്കൾക്ക് അധികാരപൂർവ്വം തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ അധികാരം ദൈവം ഈശോ നമുക്ക് പേരൻസിനാണ് തന്നേക്കുന്നത്. വൈദികർക്കും ഉണ്ട്, അതിന് അധികാരപ്പെട്ടവർക്കുണ്ട്. എങ്കിലും നമ്മളെല്ലാ ദിവസവും തലയിൽ കൈവച്ച് മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കൈവെപ്പിലൂടെ ഒരു അഭിഷേകം മക്കളിലേക്ക് ചെല്ലും. പക്ഷെ നമ്മളെവിടെ നിൽക്കണം, പിന്നെ നമ്മളതെന്നും ചെയ്യണം. പ്രാർത്ഥന കഴിയുമ്പോൾ സ്തുതി പറയില്ലേ, ആ സ്തുതി പറയുമ്പോൾ തലയെ കൈവച്ച് മക്കളെ എത്ര പ്രായമായാലും, മരുമക്കളായാലും മരുമോനായാലും പെൺപിള്ളേരായാലും ആരുടെ ആണെങ്കിലും കുഞ്ഞുമക്കളുടെയൊക്കെ തലയെ കൈവച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അപ്പോൾ സ്പർശനം അവിടെ വരുക. ഇപ്പോൾ ഈശോയെ സ്പർശിച്ചു രക്തസ്രാവക്കാരി, അവൾ സൗഖ്യപ്പെട്ടു. ഈശോ സ്പർശിച്ചു. അതുപോലെ സമരിയാക്കാരി സ്ത്രീ, അവളെന്താ ചെയ്തത്, അവൾക്ക് സൗഖ്യമായി. ഈശോയെ കണ്ടു, അവൾ സംസാരിച്ചു, ഈശോ ആരാന്ന് അവൾക്ക് മനസ്സിലായി. എന്നിട്ട് അവളെന്താ ചെയ്തത്, അവളുടെ നാട്ടിലേക്ക് അങ്ങ് ചെന്നു. കുടം അവിടെ വെച്ചിട്ട് അവൾ അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, എന്നെക്കുറിച്ച് പറഞ്ഞ ഒരാളെ നിങ്ങൾ വന്ന് കാണാൻ പറഞ്ഞു. അവർ വന്നിട്ട് പറഞ്ഞ എന്നാ, അവർ ഈശോയുടെ ഇരിക്കെ വന്നു, എല്ലാം കേട്ടു. അവൻ്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. ഈശോയുടെ ഇരിക്കൽ വന്നു, അവർ ഇവളുടെ വാക്ക് കേട്ട് വന്ന് ഈശോയെ കണ്ടു, കേട്ടു, മിണ്ടി, എല്ലാം മനസ്സിലായി. എന്നിട്ട് അവർ പറയുന്ന ഒരു രംഗമുണ്ട്. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിൻ്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും
ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു ശുശ്രൂഷ. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലും ഇത് തന്നെയാണ് വേണ്ടിയത്. ഇതെന്തില്ലേ ഇത് കാണിച്ചില്ലായിരുന്നോ? ഇതിങ്ങനെ മുട്ടി. ഇപ്പോൾ സമരിയാക്കാരി വന്നു ഈശോയെ കണ്ടു, ആ കൃപയിലായി. അവൾ ഓടിച്ചെന്ന് നാട്ടിൽ ചെന്ന് പറഞ്ഞു. അവൾ ആൾക്കാരെ കണ്ടുമുട്ടി വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അവളിൽ നിന്ന് എങ്ങോട്ട് അവളിലേക്കല്ല വന്നത്, യേശുവിലേക്ക് വന്നു. അവർ യേശുവിൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കി വിശ്വസിച്ചു. ഇനി അവരുടെ ഉറപ്പ് മാറില്ല. അപ്പോൾ അല്ലേ സമരിയാക്കാരിയോട് ചേർന്ന് നിന്നാലോ അവളുടെ വിശ്വാസം എപ്പോഴും അല്ലെ അവൾക്ക് എന്തേലും വന്നാൽ അവരുടെ വിശ്വാസം പോകൂലേ. അപ്പോൾ അതിന് പകരം അവർ യേശുവിലേക്കാണ്. അതാണ് പറഞ്ഞത്, ഇനി നിൻ്റെ വാക്കൊന്നുമല്ല ഞങ്ങൾ വിശ്വസിക്കാൻ, ഞങ്ങൾ യേശുവിനെ കണ്ടു, തിരിച്ചറിഞ്ഞു, വിശ്വസിച്ചു. അപ്പോൾ സെൻട്രൽ പോയിൻ്റ് യേശു ക്രിസ്തുവാണ്. ഇപ്പം നമ്മളുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കളൊക്കെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാനാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ നല്ലത് ചെയ്തു, ഞാൻ വീട് നോക്കി, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആളെന്നൊക്കെ പറഞ്ഞിരിക്കണേ. പക്ഷേ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ് ഇത്. നമ്മൾ തിരിച്ചറിയുക നമ്മളിലേക്കല്ല. നമ്മുടെ മക്കള് ഏറ്റവും നല്ല അമ്മ ഏതാ? യേശുവിലേക്ക് മക്കളെ അടുപ്പിക്കുക, കൊടുക്കുന്നയാളാണ് ഏറ്റവും. യേശുവിനെ കാണിച്ചു കൊടുക്കുക. യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന അമ്മ എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും. അതുപോലെ ജായിറോസിൻ്റെ മകളെ ഈശോ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ജായിറോസ് വന്ന് ഈശോയെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ കൊച്ചു മരിച്ചുപോയി. പക്ഷേ ഈശോ പറയുകയാണ്, എല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എന്നാൽ അവൾ മരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞിരുന്നത് കൊണ്ട് അവർ അവനെ പരിഹസിച്ചു. അവൻ അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബാലികെ എഴുന്നേൽക്കുക. അപ്പോൾ അവളുടെ ജീവൻ തിരിച്ചു വന്നു. ഉടനെ അവൾ എഴുന്നേറ്റു. അപ്പോൾ യേശുവിൻ്റെ ഒരു സ്പർശനം അവളുടെ കൈക്ക് പിടിച്ചു. ആ സ്പർശനത്തിലൂടെ ജീവൻ തിരിച്ചു കിട്ടി. മരിച്ച കുട്ടി ജീവിച്ചു. അവളെ വീണ്ടും ജീവിതത്തിലേക്ക് ഈശോ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഈ കാന്തം എടുത്തു വെച്ച പിള്ളേർക്ക് കളിക്കാൻ മാത്രമല്ല, ഇത് കാരണം ഈശോയിലേക്ക് ആകർഷിക്കപ്പെടണം. നമ്മുടെ കുടുംബജീവിതം കൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും ഈശോയിലേക്ക് ആകർഷിക്കപ്പെടണം. അപ്പോൾ ഏറ്റവും നല്ല ഭാര്യയുടെ ലക്ഷണം എന്നാ? ജീവിത പങ്കാളിയിലെ ഭർത്താവിനെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഭാര്യയാണ് ഉത്തമയായ ഭാര്യ. അതുപോലെ മക്കളെയും കുടുംബാംഗങ്ങളെയും ജീവിത പങ്കാളിയെയും യേശുവിലേക്ക് കൊണ്ടുവരണം. യേശുവിനെ കാണിച്ചു കൊടുക്കണേ. നമ്മളിലൂടെ യേശുവിൻ്റെ സൽഫലങ്ങൾ പുറത്തേക്ക് വരണം. അപ്പം അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന നല്ല ഭാര്യയായിരിക്കട്ടെ. എന്നും വിശുദ്ധ ഗ്രന്ഥം വായിക്കുക. കാരണം ഈശോയിലേക്ക് കുടുംബാംഗങ്ങളെ അടുപ്പിക്കുന്ന ഭാര്യ, അതാണ് ഏറ്റവും ഉത്തമം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോകാൻ. ചേച്ചി ചായ കുടിക്കണതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ചേച്ചി. വേണ്ട, ചായ കുടിക്കാൻ ഞാൻ നല്ല ചായയാണെന്ന് നോക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ കേട്ടോ. അപ്പോൾ കെട്ടിച്ചു വിട്ടാൽ ആ വീട്ടുകാർക്ക് നല്ല ചായ ചൂടാ ഇവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ വന്നതുകൊണ്ടല്ലോ, വന്ന കാര്യം പറയാൻ മറന്നു. ഈ കാന്തം കണ്ടപ്പോൾ ശ്രദ്ധ മാറിപ്പോയി. നമ്മുടെ സാന്താകാസയുടെ ആനിവേഴ്സറി നടത്താൻ പോവാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു പ്രോഗ്രാം, മാതൃവേദിക്കാരുടെ ഒരു പ്രോഗ്രാം അതിനകത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വിളിക്കാൻ വന്നത്. മുത്തിനും തരാം ഒരു പ്രോഗ്രാം കേട്ടോ. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രോഗ്രാം നടത്താം. അഞ്ചിശ ഏതായാലും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സങ്കീർത്തനത്തിൻ്റെ വായിച്ചിട്ട് നമുക്ക് ഇനി സങ്കീർത്തനം വായിച്ച് സങ്കീർത്തനങ്ങളാൽ നമുക്ക് ആലാപനം നടത്താം. സങ്കീർത്തനം 107 നമുക്ക് വായിക്കാം. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. അവർ കൃതജ്ഞതാബലി അർപ്പിക്കട്ടെ. ആനന്ദഗീതം ആലപിച്ച് അവിടുത്തെ പ്രവൃത്തികളെ പ്രകീർത്തിക്കട്ടെ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ഇനിയൊന്നും വിളിക്കണ്ടല്ലോ, ഫോൺ വിളിക്കൊന്നും വേണ്ട. ഓക്കെ, ശരി എന്നാൽ.